ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയായി മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് വീഡിയോയിൽ നിന്നും വിട്ടുപോയതാണ്. ഇനി കോഴിമുട്ട എടുത്ത് അതിൽ ചെറുതായി കത്തി വെച്ച് ഇങ്ങനെയൊന്ന് വരയിട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ച് കിട്ടും കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്ത് നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് എണ്ണയിലൊന്നും കോരി മാറ്റാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിനായി 1/2 ടീസ്പൂൺ പെരുംജീരകം, ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പു, വളരെ കുറച്ച് മാത്രം സ്പൈസസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി ട്രാൻസ്പെറൻ്റ് ആകുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വരണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് ഈ മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞവരെ നന്നായി വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇത് നന്നായി വഴന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ചെറുതായി അടച്ചു കൊടുത്ത് ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലെ പച്ചമണമെല്ലാം മാറി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കറിയിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായി കുറുകി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറിയെല്ലാം നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കോഴിമുട്ടയിലേക്ക് മസാലയെല്ലാം നന്നായി ഇറങ്ങിച്ചെന്ന് നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഏത് ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ കേട്ടോ. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.